ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിൻ്റെ ഒരു അടിപൊളി വയർലെസ് ഹെഡ്സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോട്ട് റോക്കേഴ്സ് 450 ആണ് ഇതിൻ്റെ മോഡൽ. അപ്പോൾ ആദ്യം നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ആദ്യം അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു ബോക്സിലാണ് സാധനം വന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം. റേറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം പറയാം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ബോക്സിന് കൊടുത്തിട്ടുള്ളത്. ബോക്സിന് സൈഡിലായിട്ട് ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു പോവാം. 40mm ഡൈനാമിക് ഡ്രൈവ്സ്, അഡാപ്റ്റീവ് ഇയർ കപ്സ്, ബ്ലൂടൂത്ത് 4.2 കണക്ടിവിറ്റി, 8 hours ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിനകത്ത് ഹെഡ്ഫോൺ കൂടാതെ മറ്റൊരു കവർ കാണുന്നുണ്ട്. അതിനകത്ത് എന്താണെന്ന് നോക്കാം. അതിനകത്ത് ക്വാളിറ്റി കുറഞ്ഞൊരു ഓക്സ് കേബിളും ഒരു USB ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് അഡാപ്റ്റർ ഇല്ല. പിന്നെ ഉള്ളതൊരു 1 year വാറണ്ടി കാർഡാണ്. പിന്നെ അതിനകത്തുള്ളത് യൂസർ മാനുവൽ പോലത്തെ ഒരു ബുക്കാണ്. അതിൽ മുഴുവൻ IPL ടീംസിൻ്റെയും പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസാണ്. ഒരു പരസ്യം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളുടെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് അതിൽ. ഇനി നമുക്ക് ഹെഡ്ഫോൺ നോക്കാം. അടിപൊളിയായിട്ടുള്ളൊരു മാറ്റ് ബ്ലാക്ക് ഡിസൈനിലാണ് ഹെഡ്സെറ്റ് വന്നിട്ടുള്ളത്. ഇയർ കപ്സൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലുപ്പമുള്ള 40mm ഇയർ കപ്സ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ചെവിയിൽ ഫിറ്റായി നിൽക്കും. അത് ഹെഡ് ബാൻഡിലും ഇയർ കപ്സിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ്സൊന്നും വരില്ല. ഹെഡ് ബാൻഡ്സ് നമുക്ക് സാധാരണ പോലെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വലിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയും. സൈഡിലായിട്ട് 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ബട്ടൺസും പിന്നെ ഒരു പോസ് പ്ലേ ബട്ടണുമാണുള്ളത്. അതിന് തൊട്ടടുത്തായിട്ടൊരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള 3.5mm ഒരു ഓഡിയോ ജാക്കാണ്. നമുക്കിതിൽ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഒരു LED ലൈറ്റും മൈക്കുമാണുള്ളത്. ഇനി നമുക്കിത് പെയർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പോസ് ബട്ടണിലാണ് പവർ കൊടുത്തിട്ടുള്ളത്. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവും. ബ്ലൂടൂത്ത് 4.2 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു ഫോണിൽ പെയർ ചെയ്തിട്ട് വർക്കിംഗ് നോക്കാം. അത്യാവശ്യം നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. മൈക്കുള്ളതുകൊണ്ട് പിന്നെ കോൾ ചെയ്യാനിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിത് ചെവിയിൽ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ശബ്ദമൊന്നുമില്ല, നല്ല അടിയും വരുന്നുണ്ട്. ഇനി പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1499 രൂപയാണ് ഇതിൻ്റെ ഫ്ലിപ്കാർട്ട് പ്രൈസ്. ഈ പ്രൈസിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹെഡ്ഫോൺ തന്നെയാണ് ബോട്ട് റോക്കേഴ്സ് 450. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്ലിപ്കാർട്ടിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.